യേശുക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കും. ക്രൈസ്തവ വിശ്വാസികൾക്ക് ഈസ്റ്റർ പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും വലിയ ആഘോഷമാണ്. ഈസ്റ്റർ വിഭവങ്ങൾ വാങ്ങുവാൻ വ്യാപാര സ്ഥാപനങ്ങളിലും തിരക്കേറി. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഈസ്റ്ററിന്റെ പ്രധാന ഓർമ്മപ്പെടുത്തൽ. ദുഃഖവെള്ളിയാഴ്ചയിലെ കഷ്ടപ്പാടുകൾക്കും മരണത്തിനും ശേഷം മൂന്നാം ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നത് ക്രിസ്തുമത വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസങ്ങളിൽ ഒന്നാണ്. ഈസ്റ്റർ ദിനത്തിൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഉണ്ടാകും. ഇത് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സന്തോഷം പങ്കുവയ്ക്കാനും വിശ്വാസം പുതുക്കാനുമുള്ള അവസരമാണ്. ഈസ്റ്റർ എല്ലാ വർഷവും ഞായറാഴ്ചയാണ് വരുന്നത്. കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളും ഈസ്റ്റർ വലിയ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു. ഈസ്റ്റർ പ്രഭാതത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും കുർബാനയും ഉണ്ടായിരിക്കും. ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ ആരംഭിക്കും. പാതിര കുർബാനയ്ക്കു ശേഷം ക്രൈസ്തവരുടെ 50 നോമ്പ് ആചരണത്തിന് അവസാനമാകും. ആളുകൾ പരസ്പരം ഈസ്റ്റർ ആശംസകൾ നേരുന്നു, സമ്മാനങ്ങൾ കൈമാറുന്നു, ഒത്തുചേരലുകൾ നടത്തുന്നു. ഈസ്റ്റർ പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും ഓർമ്മയുടെയും ആഘോഷമായി മാറുകയാണ്. ഈസ്റ്റർ ആഘോഷിക്കുവാൻ നാടും നഗരവും ഒരുങ്ങിയപ്പോൾ ഈസ്റ്ററിന്റെ വിഭവങ്ങൾ വാങ്ങുവാൻ വ്യാപാര സ്ഥാപനങ്ങളിലും തിരക്കായി. ഇറച്ചിക്കടകളിൽ വൻ തിരക്കാണ് ഈസ്റ്ററിന്റെ തലേദിവസം തന്നെ അനുഭവപ്പെടുന്നത്. ഈ സന്തോഷകരമായ ദിനത്തിൽ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒത്തുചേരുമ്പോൾ നല്ല ഭക്ഷണം തയ്യാറാക്കുന്നത് സുപ്രധാനമാണ്. കോഴിയിറച്ചിക്കും പോത്തിറച്ചിക്കുമാണ് ആവശ്യക്കാർ ഏറെയും. ഈസ്റ്റർ സ്പെഷ്യൽ വിഭവങ്ങൾ തയ്യാറാക്കാൻ പലരും തലേദിവസം തന്നെ ഇറച്ചി വാങ്ങുന്നത് പതിവാണ്. വില അല്പം കൂടിയാലും ആഘോഷത്തിന്റെ മാറ്റുകൂട്ടാൻ ആളുകൾ തയ്യാറാകുന്നതും കാണുന്നുണ്ട്. കുടുംബശ്രീ കേരള ചിക്കൻ സെന്ററിലെ വിലക്കുറവ് കൂടുതൽ ആളുകളെ അവിടേക്ക് ആകർഷിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. മത്സ്യ മാർക്കറ്റുകളിലും വലിയ തിരക്കുണ്ട്. i4u ന്യൂസ്, ഏറ്റുമാനൂർ.